ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. രാവിലെ എണീച്ചപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അതാണ് അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അതായത് ഫുള്ളായിട്ട് ഞാൻ ഇതുവരെ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ല. രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ വന്നിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യാനൊട്ട് പറ്റുന്നില്ല. ഞാൻ കുറേ നോക്കി, പക്ഷേ പിന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ നടക്കില്ല. ഇപ്പോൾ കുട്ടികളില്ലാത്തൊരു ദിവസം കുട്ടികൾ രാവിലെ പോയി കഴിഞ്ഞാൽ നോക്കണം അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ എന്താ പറയുക, എൻ്റെ പണി ഒരു കാലത്തും തീരുമില്ല. കുറേ പണി ഇങ്ങനെ ഉണ്ടാവും, ചെയ്തുകൊണ്ടേ ഉണ്ടാവും ഞാൻ. പിന്നെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് ഒരു കയ്യിലാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഒരു ഇങ്ങനെ പണിയെടുത്ത് അങ്ങനെ ഞാൻ പിന്നെ ഒരു ഫോണിൻ്റെ ഒരു സ്റ്റാൻഡിന് ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് കിട്ടിയാൽ വലിയ ഉപകാരം. എന്താ വെച്ചാൽ അതിൽ ഫോൺ വെച്ച് നമ്മൾ പണി ചെയ്യാമല്ലോ. ഇത് വന്നിട്ട് ഇങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നെന്താ പറയുക, ചില വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരിങ്ങനെ ഓരോ മോശം കമൻ്റൊക്കെ. കാരണം എന്താ വെച്ചാൽ പിന്നെ ശരിക്കും ക്ലിയറിൽ ഒന്നും വീഡിയോ കാണില്ല. പിന്നെ നമ്മളിങ്ങനെ എഡിറ്റൊക്കെ ചെയ്തിട്ട് പിന്നെ ഫോണിലേക്ക് ഇടുന്ന സമയത്ത് യൂട്യൂബിലേക്ക് ഇടുന്ന സമയത്ത് ഈ എഡിറ്റ് ചെയ്യുന്നതിന് അത്ര പോലും ക്ലിയർ എനിക്ക് തോന്നുന്നത് ആ യൂട്യൂബ് കയറിയിട്ട് കാണുമ്പോൾ തോന്നുന്നില്ല കേട്ടോ. എന്താ കാരണം എന്നറിയില്ല. നമ്മളിപ്പോൾ അതിനായിട്ടൊരു ഫോണും അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ തന്നെയാണ് പിന്നെ വീഡിയോ എടുക്കുന്നതും ഇടുന്നതും. അല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു ഫോണോ ലൈറ്റോ അതിന് പ്രത്യേകം പിന്നെ ലൈറ്റുള്ള ഒരു സ്റ്റാൻഡോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ, ഞാൻ ഇത്രയും കാലം ഉപയോഗിച്ച ഫോണിൽ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ വന്നിട്ട് രാവിലെ പിന്നെ കുറച്ച് പണി ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ ഭർത്താവ് പണിക്ക് ചോറും ഇതൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ കുറച്ച് പണി ഉണ്ടാവും രാവിലെ മാത്രം. പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് അധികം വീട്ടിലെ പണികളേ ഉണ്ടാവും, തുടക്കൽ തിരുമ്പൽ അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഈ ഭക്ഷണം ചോറും രാവിലെ വേണം, കറിയൊക്കെ വേണം. പിന്നെ ചിലപ്പോൾ ഞാനിങ്ങനെ കറി ആക്കുന്നുണ്ടെങ്കിൽ ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് കൊടുത്തു വിടും, അല്ലെങ്കിൽ കറി തന്നെ വേണം. വാതിലും തുറന്നിട്ട് വെച്ച് ശരിയാക്കി. അങ്ങനെ ചെറുപയർ കറിയാക്കി. രാവിലെ ചെറുപയറിൽ തേങ്ങ അരച്ച് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ, താളിച്ചതാണ്. പിന്നെ വന്നിട്ട് ദോശക്കരി അരച്ചു. പിന്നെ ചപ്പ് ഉപ്പേരി വയ്ക്കാൻ, അത് പണി സ്ഥലത്ത് നിന്ന് തന്നെ അവിടുന്ന് പറിച്ചിട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. കാക്കച്ചപ്പാണ്. ഏകദേശം കുറേ ആൾക്കാർക്ക് അത് അറിയില്ലായിരിക്കും. നമ്മൾ വയനാട്ടുകാർക്ക് അത് അറിയാതിരിക്കാൻ വഴിയില്ല. മറ്റൊരു നാട്ടുകാർക്ക് അത് അറിയോ എന്ന് അറിയില്ല. അപ്പോൾ അത് ഒരുപാട് പോഷകങ്ങളുള്ളൊരു ചപ്പാണ് കേട്ടോ. പിന്നെ വന്നിട്ട് അത് ഒരു കയ്പ്പ് രസം കൂടിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ എല്ലാം ഒതുക്കിയിട്ട് വേണം. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. പ്രഗ്നൻ്റ് എല്ലാം ആയ സമയത്ത് ഞാൻ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ.
കുഞ്ഞിന് നല്ല ആരോഗ്യം ഇതൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഉലുവച്ചപ്പ് അങ്ങനെ ഒരുപാട് ചപ്പുകൾ കഴിച്ചിട്ടുണ്ട്. എന്താ ക്യാരറ്റിൻ്റെ ചപ്പ്, മുളകിൻ്റെ ചപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് ഇത് ഉള്ളി തക്കാളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇങ്ങനെ വാട്ടിയിട്ട് അത് നമ്മൾ ചപ്പ് ശരിയാക്കുന്നത്. ഞാൻ കത്തിയിൽ അരിഞ്ഞിട്ടില്ല കേട്ടോ. അതാ ചപ്പ് ഞാൻ എന്താ വെച്ചാൽ കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ഇത് പാത്രത്തിൽ നിറച്ചുകൊണ്ട് പിന്നെ ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ ഇത് തീരെ കുറവങ്ങാവും കേട്ടോ ചപ്പ്. അപ്പം ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് ഇളക്കാതെ ഇത്രയും നിറച്ചുള്ളപ്പോൾ ഇളക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്താക്കി കുറച്ച് ഉപ്പ് മേലെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അടച്ച് വെച്ച്. എന്താ വെച്ചാൽ പിന്നെ ഇത് ഇളക്കാൻ കഴിയില്ല. അപ്പോൾ ഒന്ന് ചുരുങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ദോശ ചുട്ട് കൊടുക്കാമെന്ന്. അത് വന്നിട്ട് ബീട്രൂട്ട് ഒരു 3-4 കുറച്ച് കഷ്ണം ചെറിയ പീസ് കുറച്ച് കഷ്ണമാക്കിയതാണ്. പിന്നെ തേങ്ങ, പിന്നെ ഒരു 2 നുള്ള് ജീരകം ഈ ബീട്രൂട്ടിനനുസരിച്ച് ചൊവയാണല്ലോ. അപ്പോൾ അതങ്ങോട്ടൊന്ന് മാറി നിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ജീരകം ഇട്ടിട്ടുള്ളത്. കുട്ടികൾ കഴിക്കാണ്ടായിപ്പോയാൽ ബുദ്ധിമുട്ടായിപ്പോവും. അപ്പോൾ പിന്നെ ഒരു കഷ്ണം ഉള്ളി തേങ്ങയും ഇട്ടിട്ട് തേങ്ങ കുറച്ച് ടേസ്റ്റ് നിന്നോട്ടെ വിചാരിച്ച്. ബീട്രൂട്ട് മാത്രമാകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ കഴിക്കണമെന്നില്ല. അങ്ങനെ അത് നന്നായിട്ട് എന്താക്കി അരച്ചിട്ടോ മിക്സിയിൽ. അല്ലാതെ ഇത് ഇക്കാക്ക് കൊണ്ടുപോകാൻ ഇത് ശരിയാവില്ല. ഈ ദോശയൊന്നും കഴിക്കുന്നില്ല. അപ്പം ഞാൻ കുട്ടികൾ രണ്ടാളും കഴിക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയത്. പിന്നെ യൂട്യൂബിൽ കുറേ ഈ ബീട്രൂട്ട് കൊണ്ടുള്ള സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരുപാട് കേക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടായി. കുട്ടികൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിക്കും. വിചാരിച്ച പോലെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചപ്പൊക്കെ റെഡിയായി. അങ്ങനെ ഞാനെന്താക്കി ചായ അപ്പോഴേക്കും 7:45 കഴിഞ്ഞു കേട്ടോ. 7:45 കഴിഞ്ഞു വെച്ചാൽ 8 മണിക്കൊക്കെ വരും. ഇക്ക വരും കേട്ടോ. പണിക്കാരൊക്കെ എടുത്തിട്ട് വരും. അപ്പോഴേക്കും ഇവിടെ ഭക്ഷണം റെഡി ആയി ബാഗിൽ വെക്കണം. അപ്പം ഞാനെന്താക്കി ചായയിൽ പഞ്ചസാര ഇട്ട് ചായ, വെള്ളം എല്ലാം കൊണ്ടുപോകണം. അവിടെ ഒന്നും കിട്ടൂല കേട്ടോ. മൊത്തം വലിയൊരു തോട്ടമാണ്, കടകളൊന്നും ഇല്ലാത്ത വലിയൊരു തോട്ടമാണ്. അപ്പോൾ ചായയിൽ നന്നായിട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കട്ടനാണ്, പാൽ ഒഴിച്ചിട്ടൊന്നും കൊടുക്കില്ല. പണിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നതല്ലേ. അങ്ങനെ കട്ടൻ ചായ. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, പക്ഷെ അവിടെ എത്തുമ്പോഴേക്കും ഇത് തണിയും കേട്ടോ. അങ്ങനെ ഞാനെന്താക്കി ചായ കുപ്പിയിൽ ഒഴിച്ച്. അപ്പോഴേക്കും ഐശുവിന് ചായ വേണമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ചായ ഒക്കെ വെച്ച് ബാക്കി കുപ്പിയിൽ ഒഴിച്ച് വെച്ച് വേഗം തന്നെ ദോശ ഇട്ടു കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുക്കൽ രാവിലെ 2-3 തരം കറികളൊക്കെ ഞാൻ ആക്കലുണ്ട്. ഇന്നിപ്പോൾ എനിക്ക് നല്ല സുഖമില്ല. അത് കാരണം ഈ ഒരു കറിയും ഉപ്പേരിയും മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട്. വെള്ളം കുപ്പിയിലാക്കി. കുപ്പിയിൽ വെള്ളം എല്ലാം കൊണ്ടുപോകണം. വെള്ളമൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ 2 ലിറ്ററിൻ്റെ കുപ്പിയിലും ഇപ്പോൾ ഒരാളിതെടുത്താൽ പിന്നെയും മറ്റുള്ളവർ വരുന്നവരൊക്കെ വെള്ളം എടുക്കും. അല്ലാതെ വെള്ളം എല്ലാവർക്കും കൂടെ ഒന്നും തികയില്ല. അവരങ്ങനെ പറയും കറിയൊക്കെ നിങ്ങൾ കുറച്ച് കൂടുതൽ കൊടുത്തു വിടണമെന്ന് പറയും കേട്ടോ, അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പേരിയൊക്കെ ഞാൻ കുറച്ച് അധികം കൊടുക്കണം. ഇനിയിപ്പോൾ കുറച്ച് ചപ്പേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഉപ്പേരി മാത്രം അവരെല്ലാവരും കൂടെ പറിച്ചിട്ട് ഇവിടെ കൊണ്ടുത്തരുത്താം, ഞാൻ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചപ്പും ഇതൊക്കെയായി വെള്ളമെല്ലാം ആക്കി വെച്ച് ഞാൻ എന്താക്കി പയറ് കറി ഇങ്ങനെ വറുത്തിട്ടിട്ടില്ലായിരുന്നു. കടുകും വെളുത്തുള്ളിയും കറിവേപ്പിലേൻ്റെ വലിയൊരു മരം ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിൽ നിന്നും പറിക്കാൻ അതിലൊരാണുങ്ങൾ തന്നെ കയറണം, അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പറിക്കാൻ കഴിയുള്ളൂ. അത് കാരണം കറിവേപ്പിലുണ്ട്, നല്ല സ്മെല്ലാണ് മുറ്റത്തൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ മണേ. പക്ഷേ എനിക്ക് കറിയിലിടാൻ കിട്ടില്ല. അങ്ങനെ ഞാൻ വെളുത്തുള്ളിയും കടുകും മുളകും മാത്രം ഇട്ടിട്ട് തൂമിച്ച് വെച്ച്. വെള്ളമാക്കി, ചായ ആക്കി, ഭക്ഷണം പാത്രത്തിലാക്കി കേട്ടോ. വന്നിട്ട് എന്താ ആക്കി വെച്ചാൽ ചോറ് രാത്രി റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെക്കും. രാവിലെ എടുത്ത് തിളപ്പിച്ചിട്ട് വാർക്കുക ചെയ്യുക. ഉപ്പേരി ഒരു പാത്രത്തിൽ വെക്കും. കുറച്ച് കാന്താരി മുളകും ഇതും വെക്കും. പണി സ്ഥലത്ത് നിന്നും അങ്ങനെയൊക്കെ കഴിക്കുള്ളൂ. ദോശ ഒരു 4-5 ദോശ എടുത്തിട്ട് അങ്ങനെ മടക്കിയിട്ട് വെക്കും. കറി ഞാൻ 2 നേരത്തേക്കും കൂടെ ഒരുമിച്ച് വെക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പാത്രം ആയത് കാരണം കൊണ്ടുപോകാൻ പാത്രമില്ല, കുപ്പികളൊന്നുമില്ല. കുപ്പിയായിരുന്നു ആദ്യം ഉണ്ടായി, അത് ചൂട് ഒഴിച്ച് ഉരുകിപ്പോയി. വന്നിട്ട് എല്ലാം ബാഗിലാക്കി കേട്ടോ. അങ്ങനെ പുറത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിലാണ് നമ്മൾ താമസിക്കുന്നത്. വണ്ടി വന്നാൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാം റെഡിയാക്കി. ഒരു നിമിഷം പോലും നിൽക്കില്ല.
പുറത്തേക്ക് നോക്കുമ്പോൾ വണ്ടിയൊന്നും കാണുന്നൊന്നുമില്ല, വന്നിട്ടില്ല. പിന്നെ ഞാൻ എന്താക്കി, നമ്മളെ ബീട്രൂട്ട് ദോശ വയ്ക്കാൻ വേണ്ടി പോയി കേട്ടോ. ഹെൽത്തിയും കൂടിയാണല്ലോ ഇത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. കുട്ടികൾ ബീട്രൂട്ടൊന്നും അങ്ങനെ കഴിക്കുന്നത്, എൻ്റെ മോന് അങ്ങനെ ഇങ്ങനെയൊന്നും ഇഷ്ടമില്ല. ഇറച്ചി, മീൻ, മുട്ട ഇത് മാത്രം. അവൻ്റെ തടിയും അങ്ങനത്തെ ഒരു തടിയാണ്. പിന്നെ ഇങ്ങനത്തെ സാധനമൊന്നും കഴിക്കൂല. അങ്ങനത്തെ ഒരു സ്വഭാവം, ഉപ്പേരി അങ്ങനത്തെ ഇതൊന്നും വലിയ ഇഷ്ടമില്ല, വെജിറ്റബിൾ സാധനങ്ങളൊന്നും. പക്ഷെ പെണ്ണ് ഈ ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ ഞാൻ സാധനം കൊണ്ടുവരുമ്പം തന്നെ വയ്ക്കുക, പച്ചക്കറി കൊണ്ടുവരുമ്പം തന്നെ അതിൽ കണ്ടാൽ അപ്പം പറയും അത് വേണമെന്ന്, അപ്പം അത് കഴിക്കും. പിന്നെ എന്നിട്ട് അങ്ങനെ നമ്മളെ ബീട്രൂട്ട് ദോശ റെഡി ആയിട്ടോ. നല്ല സ്മെല്ലൊക്കെ ഉണ്ടായി. കുറച്ച് ജീരകവും പിന്നെ എന്താ പറയുക, കുറച്ചൊരു ഇതൊക്കെ തേങ്ങയൊക്കെ ഇട്ടപ്പോൾ നല്ല സ്മെല്ല്, നല്ല രസം ഉണ്ടായിട്ട്. ഞാൻ തിന്ന് നോക്കി, എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം.